നമുക്കൊക്കെ ഫീൽ ചെയ്യും. അതായത് എനിക്ക് കഴിവുകളൊന്നുമില്ല, ഞാൻ കഴിവൊന്നുമില്ലാതെ ജനിച്ച ഒരാളാണ്, എനിക്ക് ഇന്ന കഴിവുകളൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ 10th റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. ഫുൾ A+ കിട്ടിയവരുണ്ടാകും, നല്ല മാർക്ക് കിട്ടിയവരുണ്ടാകും, ചിലപ്പോൾ ഫുൾ A+ പ്രതീക്ഷിച്ചിട്ട് ഫുൾ A+ ലഭിക്കാത്തവരുണ്ടാവും, എന്തുണ്ടാകും. പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമുക്ക് ഉണ്ടാവുന്ന തോട്ട്സ് ഉണ്ട്. ഞാനൊന്നുമല്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് കഴിവുകളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നെന്നുള്ളത്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം. അമേരിക്കയില് ഒരു കുട്ടി ജനിക്കാണ്. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് എല്ലാവരും അവരുടെ മാതാപിതാക്കൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് ഈ കുട്ടിനെ കണ്ടു നോക്കുകയാണ്. അതായത് ഈ കുഞ്ഞ് അവരുടെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാർത്തെടുക്കണം, നല്ല രീതിയിൽ വളർത്തണം, നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മനസ്സുകൊണ്ട് ഈ കുട്ടിയെ കാണാൻ നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടർമാർ ഈ കുട്ടി പ്രസവത്തിന് ശേഷം കുട്ടി പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണോന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണോന്ന് ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് ഈ പാരൻസ് ആകെ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കുഞ്ഞാണ്. ആ സമയത്ത് അവരുടെ അടുത്ത് ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണോ എന്നുള്ളതാണ്. ഇത് കേട്ട സമയത്ത് പാരൻസ് ആകെ ഞെട്ടിപ്പോയി. അത് പറഞ്ഞിട്ട് തന്നെ ഡോക്ടേഴ്സിനോട് പാരൻസ് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടേഴ്സ് പറയാണ് നിങ്ങളുടെ മകൾക്ക് കാലുകളുണ്ട് പക്ഷേ കൈകളില്ല എന്ന് പറഞ്ഞു. ഇതാകെ ഷോക്കായി പോയി. കാരണം അതിന് മുൻപ് ഒരു പ്രശ്നമില്ല, നല്ല കുഞ്ഞാണെന്ന് പറഞ്ഞ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തില്ല, കൈകളില്ല. ഇതാവുന്ന സമയത്താണ് പാരൻസ് പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ വേണം, കുട്ടീനെ നോക്കണം, കുട്ടിയെ സാധാരണ മക്കൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെ വളരണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ആ കുഞ്ഞിനെ ആ മാതാപിതാക്കൾ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചതിന് ശേഷം സാധാരണ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെ ആ കുട്ടീനെ വളർത്തണം. അതായത് നമുക്ക് കൈകളിൽ കൊണ്ട് ചെയ്യുന്നതെല്ലാം ആ കുട്ടിനെ കൊണ്ട് കാലുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ജീവിതത്തിലുള്ള നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ എന്ത് ചെയ്യാണ്, കാലുകൊണ്ട് ചെയ്യാണ്. അങ്ങനെ മാതാപിതാക്കളോട് പലരും പറഞ്ഞു നിങ്ങൾ എന്തായാലും മകളെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർത്ത്, കാരണം കൈകളില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞു. പക്ഷേ ആ മാതാപിതാക്കൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകള് സാധാരണ പഠിക്കുന്ന കുട്ടികളെ കൂടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി സാധാരണ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ പഠിച്ച് വളരെയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നയിക്കുകയാണ്. ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും ഇതെല്ലാം കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റുന്നില്ല, ഒരു സങ്കടം. പക്ഷെ എന്നാലും ആ കുട്ടി തീവ്ര വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹം കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്ന് പറയുന്നത്. പക്ഷേ ഒരു കാലില്ലാത്ത അല്ലെങ്കിൽ ഒരു കൈകളില്ലാത്തൊരു കുട്ടിയെ നിലക്ക് കാലുകൾ മാത്രമാണ് അത് വെച്ച് എങ്ങനെ ഡ്രൈവ് ചെയ്യും എന്നുള്ളൊരു പേടിയും അതുപോലെ തന്നെ സംശയം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ കുട്ടി വിട്ടുകൊടുത്തില്ല. കാലുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആ കുട്ടി ഏറ്റെടുക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ആ കുട്ടി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്. നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ആ കുട്ടി കാലുകൊണ്ട് ചെയ്യാണ്. അറ്റ് ലാസ്റ്റ് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പറക്കുക എന്ന് പറയുന്നത്. പറക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്താണ്, ദി വൺ വുമൺ എന്നുള്ള രീതിയിൽ ആദ്യ വനിത എന്നുള്ള രീതിയിൽ കൈകളില്ലാത്ത ഫ്ലൈറ്റ് ഓടിച്ച ജെറ്റ് ഓടിച്ച ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു. ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ ഈ സ്റ്റോറി പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇന്ന് കേട്ടിട്ട് നാളെ മറക്കാനുള്ള രീതിയിലല്ല. നമുക്ക് പല തോട്ട്സും വരും, എനിക്ക് കഴിവുകളില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്പെഷ്യലാണ്, യുണീക്കാണ്. ദ വൺ തിങ് ഈസ് നമ്മൾ നമ്മുടെ മൈൻഡ് പവറും നമ്മൾ നമ്മുടെ എക്സാക്ട് പവറും മനസ്സിലാക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സാക്ട് പവർ മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആ കുട്ടിക്ക് കൈകളില്ലാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പൊതുവേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്ന സ്റ്റോറി തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. പല ആളുകളും അതിനെ എതിർത്ത് പറയാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ സ്റ്റോറി പറഞ്ഞിട്ട് സംസാരിക്കുന്നവരാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ആ കുട്ടിയെ അവരുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി, ജെസിക്ക കോക്സ് എന്നാണ് കുട്ടിയുടെ പേര്. നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ അടിച്ചാൽ ഇപ്പോഴും ആൾ ഉഷാറായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഷീസ് എ വെരി പ്രൊഫഷണൽ മോട്ടിവേഷണൽ സ്പീക്കർ. അതായത് പ്രശ്നങ്ങൾ എന്തുണ്ടായിക്കാളും അത് തരണം ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ശക്തിയേകിയ ഒരു പെൺകുട്ടിയാണ് ജെസിക്ക കോക്സ് എന്ന് പറയുന്നത്. ആ കുട്ടിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് കൈകളില്ല പക്ഷേ കാലുകളുണ്ട്. ആ കുട്ടി ആ കാലുകൾ വെച്ചിട്ടാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് കൈകളുണ്ട്, കാലുകളുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്, കാണാൻ കണ്ണുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ the one thing we do is
നമുക്കില്ലാത്ത കഴിവുകളെ കുറിച്ചും നമുക്കത് തന്നിട്ടില്ല ഇത് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കില്ലാത്തതിനെ കുറിച്ച് നമ്മളിങ്ങനെ കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമുക്ക് കംപ്ലയിൻസ് പറഞ്ഞാൽ തീരൂല. എനിക്ക് ആ കഴിവുകളില്ല, എനിക്ക് ഈ കഴിവുകളില്ല, എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരുടെ ഭാഗത്തുനിന്നാ, ബോയ്സിന്റെ ഭാഗത്തുനിന്നാ ഗേൾസിന്റെ ഭാഗത്തുനിന്നാണോ ഉത്തരം കിട്ടുന്നത് നോക്കട്ടെ. ബുർജ് ഖലീഫ അറിയോ? ബുർജ് ഖലീഫ എക്സാക്ട്ലി എവിടെയാണ് ആദ്യം വന്നത്? എവിടെ? കേൾക്കണില്ല? മൈൻഡില് അല്ലേ? എക്സാക്ട്ലി ബുർജ് ഖലീഫ ആദ്യം എവിടെ വന്നത്? ദുബായിലെല്ലാം വന്നു, നല്ല സെറ്റപ്പായി. പക്ഷേ ദ വൺ തിങ് ഈസ്, ദുബായിലുള്ള ബുർജ് ഖലീഫ ആദ്യം വന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച സംഭവമാണ് ദുബായ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ബുർജ് ഖലീഫ പോട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ചെയർ, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, നിങ്ങൾ കാണുന്ന ഓരോ സംഭവങ്ങളും, ഇവിടെ ക്യാമറ കാണുന്നുണ്ട്, എന്റെ കയ്യിൽ മൈക്ക് ഉണ്ട്, ഇവിടെ ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്, ഇതെല്ലാം ആദ്യം എവിടെ വന്നേ? ഒരു മനുഷ്യന്റെ മനസ്സിലാ. ആ മനുഷ്യന്റെ മനസ്സിനുള്ള ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. പക്ഷേ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലക്ക് നമ്മൾ ആ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നില്ല, അതിന്റെ ശക്തി മനസ്സിലാക്കുന്നില്ല എന്നത് മാത്രമാണ് നമ്മുടെ പരാജയം. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡന്റും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇവിടെ ഇരിക്കുന്ന മുകളിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ്, താഴെ ഇരിക്കുന്നുണ്ട്, ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, പുറത്തൊരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡന്റിന്റെ മനസ്സും ഇറ്റ് ഈസ് വെരി 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 പവർഫുൾ. ഇനി വരുന്ന ലോകത്തേക്ക് പുതിയ പുതിയ ഇന്നോവേഷൻ ഐഡിയാസും പുതിയ പുതിയ കാര്യങ്ങളും കൊണ്ടുവരേണ്ട മനസ്സാണ്, ഓരോ മനസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, ആ പവർ എന്താണ് എക്സാക്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം നല്ല രസകരമായിട്ടും നമുക്ക് കാണാത്ത, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നോവേറ്റ് ചെയ്യാനും പറ്റും. പറ്റൂലേ? ഇല്ലെന്നാണോ? ഇസ് ഇറ്റ് യെസ് ഓർ നോ? യെസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ മനസ്സിന്റെ നമ്മൾ ആരാണെന്നും എക്സാക്ട്ലി നമ്മുടെ പവർ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് കോൾഡ് സെൽഫ് ലവ്. നമുക്കില്ലാത്ത സംഭവമാണ് സെൽഫ് ലവ്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബോയ്സിൽ കുറവാണല്ലോ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടല്ല. ഓക്കെ, ദ വൺ തിങ് വി ഡോണ്ട് ഹാവ് ഇസ് സെൽഫ് ലവ് ഇല്ലാതെ പോകുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്താ? സ്വന്തമായിട്ട് സ്നേഹിക്കുക. നമുക്ക് എന്തൊക്കെയാ കഴിവുകളാണോ ഉള്ളത്, നമുക്ക് എന്തൊക്കെയാണോ ദൈവം തന്നിട്ടുള്ളത്, നമുക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്, അത് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ ഞാനാണ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കാം. ഇതിലെല്ലാം ഒഴിവാക്കേണ്ടത് കമ്പയറിംഗ് ആണ്. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ കമ്പയർ ചെയ്യാറുണ്ടോ? മറ്റേ ഫ്രണ്ട്സിനെ വെച്ചിട്ട്? ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ എക്സാമിന്റെ റിസൾട്ട് വന്നു, കമ്പയർ ചെയ്തിരുന്നോ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി വെച്ച് കമ്പയർ ചെയ്തിരുന്നോ? ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ഇല്ലാന്ന് കേൾക്കുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ, നമ്മളെ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പാരന്റ്സിന്റെ അടുത്ത് നിങ്ങൾ പറയാ, ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. ഇവിടെ ജനിക്കുന്ന ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് എക്സാക്ട്ലി നമ്മളെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ലൈഫ് നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം, നന്ദി പറയാൻ പഠിക്കാം. നിങ്ങളൊക്കെ നന്ദിയുള്ളവരാണോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുന്നുണ്ട്, ചിലർ ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ നന്ദി പറയാൻ പഠിക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇന്ന് ഇവിടെ എത്താൻ പറ്റാതെ, ഇന്ന് രാവിലെ മരണപ്പെട്ടു പോയ, ഇന്ന് ഈ നിമിഷം ആക്സിഡന്റ് ആവുന്ന, ഇന്ന് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട്? ബട്ട് വി ആർ നോട്ട് റൈറ്റ്. നമ്മൾ അതിൽ പെട്ടിട്ടില്ല. അതിന് നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. We should be thankful for what we have in our life. നമ്മൾ ഇല്ലാത്തതേക്ക് നോക്കുന്നതിനേക്കാളും പകരം നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് വേണം, ഇത് വേണം എന്നെല്ലാം ഉണ്ടായിരിക്കും. That is called manifestation and visualization. That is all right. But still നമുക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എൻ്റെ ജീവിതത്തിൽ ഇതില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും, നമുക്ക് എന്തൊക്കെ കഴിവുകളാണ്, നമുക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ്സ് എ റിയൽ പവർ. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസും അപ്കമിങ് ലീഡേഴ്സ് ആണ്. എൻ്റെ കൂടെ ഒരു ശ്ലോകം പറയാൻ പറ്റുമോ?
ഒരുമിച്ച് എല്ലാവർക്കും പറയാൻ പറ്റുമോ? വി ആർ ദി അപ്കമിങ് ലീഡേഴ്സ് എന്ന് ഒരുമിച്ച് പറയാൻ പറ്റുമോ? റെഡി? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യെസ് ഓർ നോ കിട്ടുന്നില്ല. റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾ അപ്കമിങ് ലീഡേഴ്സ് അല്ലേ? അല്ലേ? യെസ്. സോ വി ഷുഡ് സേ ദാറ്റ് വി ആർ ദി അപ്കമിങ് ലീഡേഴ്സ്. റെഡിയാണോ? വി ആർ ദി അപ്കമിങ് ലീഡേഴ്സ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് തീരെ എനർജി ഇല്ലാത്ത ലീഡേഴ്സ് ആയി പോയല്ലോ. ഇത് തീരെ എനർജി ഇല്ലാത്ത ലീഡേഴ്സ്. അപ്കമിങ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ വേണം. കാരണം ഇനി വരുന്ന ലോകം നയിക്കേണ്ടതും ഇനി വരുന്ന ജനറേഷൻ നയിക്കേണ്ടതും ഇവിടെ ഇരിക്കുന്ന ഓരോ മൈൻഡും ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ആണ്. സ്റ്റുഡന്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. നിങ്ങൾ യൂണീക്ക് ആണ്, നിങ്ങൾ ലീഡേഴ്സ് ആണ്. സോ സേ ഇറ്റ് റിയലി പവർഫുൾ. വി ആർ ദി വേറെ എനർജി ഇല്ലാത്ത ലീഡർമാരായി ശരിയാവില്ല കേട്ടോ. വി ആർ ദി അപ്കമിങ് ലീഡേഴ്സ്. ഒരുമിച്ച് പറയില്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ തന്നെയാണ് അപ്കമിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ലീഡർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ലീഡറാണ്, ഞാൻ ഇന്ന ലീഡറാണ്, ഞാൻ ബോസ് ആണ് എന്ന് പറയുന്നതല്ല എക്സാക്ട് ലീഡർ എന്ന് പറയുന്നത്. എ ലീഡർ ഈസ് ഹൂ ക്രിയേറ്റ് ദ ലീഡേഴ്സ്. ലീഡർ എന്ന് പറയുന്നത് മറ്റ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് എക്സാക്ട് ലീഡർ എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഐ എം സേയിങ് ദാറ്റ് ഐ എം എ ലീഡർ, ഞാൻ ബോസ് ആയിക്കൊണ്ട് നിങ്ങൾ മുന്നിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, ഞാൻ വലിയ സംഭവമാണ്, ഇതാണെന്നെല്ലാം പറയുന്നു. പക്ഷെ അതിന് പുറമെ എനിക്ക് കിട്ടുന്ന വിസ്ഡംസ്, എനിക്ക് കിട്ടുന്ന നോളജ്, എനിക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി വരുന്ന ജനറേഷൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ്. ബിക്കോസ് ഐ വോണ്ട് ടു ക്രിയേറ്റ് ദ എക്സാക്ട് ലീഡേഴ്സ്. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ. ഞാൻ എൻ്റെ വിസ്ഡംസ്, ഞാൻ എൻ്റെ ഗെയിൻസ്, ഞാൻ എൻ്റെ നോളജ് എൻ്റെ ഉള്ളിൽ മാത്രം കീപ്പ് ചെയ്യില്ല. ഐ എം ഷെയറിങ് ഇറ്റ് ടു ദ വേൾഡ്. അതാവുമ്പോൾ വി ക്യാൻ ക്രിയേറ്റ് ദ ലീഡേഴ്സ്. ദാറ്റ്സ് വാട്ട് എ ലീഡർ വാണ്ട്. ഒരു ലീഡറിന് ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു ലീഡറായി കഴിഞ്ഞാൽ അതിന് തയ്യാറാവോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോ ഞാനൊരു ലീഡറാവും, എൻ്റെ കഴിവുകൾ ഇതൊക്കെ തന്നെയാണ്, എൻ്റെ പേര് ഇതാണ്, എൻ്റെ ഫ്യൂച്ചർ അംബീഷൻ ഇതാണെന്ന് ഭയങ്കര പവർഫുൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന 2 സ്റ്റുഡൻസ് ഇപ്പം എണീറ്റ് വരും. ആരും അങ്ങോട്ട് നിർബന്ധിക്കുന്നു വേണ്ട. എക്സാക്ട്ലി ഞാൻ, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഒരു അപ്കമിങ് ലീഡർ ആകും, എൻ്റെ കഴിവുകൾ ഇതാണ്, ദിസ് ഇസ് മൈ അംബീഷൻ എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി കോൺഫിഡന്റ് ആയിട്ട് എണീറ്റ് വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ്. ആരാ? കമോൺ, നല്ലൊരു കയ്യടി കൊടുക്കുക. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ കുട്ടി എണീറ്റ് വന്നേ. ഒരാളും കൂടി ചാൻസ് ഉണ്ട്. ഗിവ് എ വെരി ഗുഡ് ഹാൻഡ്. ദിസ് ഈസ് ദ എക്സാക്ട് ലീഡർ. ഒരു കാര്യം പെട്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എണീക്കാനുള്ളൊരു, പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എണീക്കാനുള്ളൊരു മടി എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുമോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളായി കഴിഞ്ഞാൽ അവരെന്ത് പറയും എന്നൊരു തോട്ടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, ഇല്ലേ? പക്ഷെ അതും ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. പേര് പറയാ, ഐ ആം ദി അപ്കമിങ് ലീഡർ ആൻഡ് നിങ്ങളുടെ അംബീഷൻ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണുള്ളത് നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയാം. എൻ്റെ പേര് റിദ ഫർഹാന. ഐ ആം ദ അപ്കമിങ് ലീഡർ. എൻ്റെ അംബീഷൻ ഒരു ലെക്ചറർ ആവണമെന്നാണ്. പിന്നെ എൻ്റെ കഴിവുകൾ മെയിൻലി പഠിത്തത്തിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. വായിക്കും, കുറച്ചൊക്കെ എഴുതും. അപ്പോൾ താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഷി വാണ്ട് ടു ബി എ ലെക്ചർ ആൻഡ് ആള് പറഞ്ഞു ഐ ആം ദ അപ്കമിങ് ലീഡർ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഫിസ. ഞാൻ ചെറുപ്പത്തൂരിൽ നിന്നാണ് വരുന്നത്, മോഹത്തിനടുത്തുള്ള. ഞാൻ സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ സ്പേസിൽ പോകണം എന്നൊക്കെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ നന്നായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എഴുതൊക്കെ ചെയ്യും. താങ്ക് യു സോ മച്ച്. ഐ ആം ദി അപ്കമിങ് ലീഡർ. ഓക്കെ, അതൊരു പവറിലില്ലല്ലോ, ഒരു ഇഷാറിൽ പറഞ്ഞോട്ടെ. ആൻഡ് ദി അപ്കമിങ് ലീഡർ.
ഇപ്പൊ ഭാവിയിൽ ഫ്രെറ്റേണിറ്റിയുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കൊരു ലെക്ചറെ കാണാൻ പറ്റും, അറിയപ്പെട്ട ഒരു സയന്റിസ്റ്റിനെ കാണാൻ പറ്റും. ഇത് രണ്ടുപേര് മാത്രമേ വന്നുള്ളൂ. ഇവിടെ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, എന്റെ സെഷൻ നീണ്ടുപോകും. നമ്മുടെ ടീം ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഇതിനല്ലാതെ ഇതിലപ്പുറം സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസും ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദ വൺ തിങ് ഈസ് കീപ് ഇറ്റ് യുവർ സെൽഫ്. അതൊരിക്കലും വേറെ ആൾ പറയുന്നതോ വേറെ ആൾ ചെയ്യുന്നതോ ആയിരിക്കരുത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കണം. ഒരു ലീഡർ എന്ന് പറയുന്ന സമയത്ത് we just want to be the best version of ourselves. നമ്മളെ തന്നെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് കാണാൻ സാധിക്കണം. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് എപ്പോഴും ഉള്ളതാണ് നമ്മുടെ കുറവുകൾ ഇങ്ങനെ നോക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ബിക്കോസ് ഞാൻ നിങ്ങളുടെ പോലെയുള്ള സ്റ്റുഡന്റ് ആണ്. ഐ എം എ ടീനേജർ ആൻഡ് ഐ നോ വാട്ട് യു തിങ്ക്. ഇപ്പൊ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് വരുന്നില്ല എന്നുള്ളതിന് ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോവോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെയുണ്ട്, കളിയാക്കോ എന്നുള്ള ഒരുപാട് തോട്ട്സ് ആണ്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ടേക്ക് ഇറ്റ്, വരിക, സംസാരിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ബ്രേക്ക് ചെയ്യല്. ഇപ്പൊ ഡ്രീംസും ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അംബിഷൻ കറക്റ്റ് ആയിട്ട് വെക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഇന്നതാവണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇന്നൊരു അംബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഈ ഡ്രീംസും ഗോൾസും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതിന് ആക്ഷൻ എടുക്കലുണ്ടോ? യെസ് ഓർ നോ? ഇപ്പൊ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ, ഞാനിപ്പോ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നില്ല, നീറ്റ് ക്രാക്ക് ചെയ്യുന്നില്ല, ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? നോ, ഇല്ല. നേരെ മറിച്ച് എനിക്കൊരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോ ഫോർ ആൻ എക്സാമ്പിൾ, ഐ ജസ്റ്റ് ഗോ വിത്ത് മൈ ലൈഫ്. എനിക്കിപ്പോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആകണം. ഐ ജസ്റ്റ് വാണ്ട് ടു ബി ആൻ റോൾ മോഡൽ. ഐ ജസ്റ്റ് വാണ്ട് ടു ബി ആൻ വെരി ഗുഡ് ഗേൾ ഫോർ ദ അപ്കമിംഗ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. കാര്യമുണ്ടോ? ഇല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ വേൾഡ്. ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കണം, അല്ലേ? ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. അങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഡ്രീംസും ഗോൾസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നില്ല, നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നത് മാത്രമാണ് നമ്മുടെ ബാക്കിലോട്ട് വലിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഒരു ലീഡർക്ക് വേണ്ടത്, ബി ഫിയർലെസ് ആൻഡ് ഡ്രീം ടു ഫ്ലൈ. നമ്മുടെ ജീവിതത്തില് പേടി എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടു നടക്കരുത്. നമ്മുടെ ഡ്രീം വരുന്ന സമയത്ത് അത് ചെയ്താൽ തെറ്റിപ്പോവോ, ഇത് ചെയ്താൽ അങ്ങനെ ആയി പോവോന്നല്ല, അങ്ങനെ ആയിരിക്കും, അത് എക്സാക്ട്ലി അങ്ങനെ വരും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ നീങ്ങാൻ ശ്രമിക്കണം. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞാൻ സ്പീച്ച് നടത്തുന്ന സമയത്ത് ഇവിടെ കയറുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാനിപ്പോ സംസാരിച്ചാൽ തെറ്റിപ്പോകോ, ഞാൻ സംസാരിച്ചാൽ വേറെ എന്തെങ്കിലും ആയി പോവോ? ഇല്ല, ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് എനിക്കറിയാം ഞാൻ എക്സാക്ട്ലി എന്താണ് പറയുന്നത് എന്നുള്ളത്. ആ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു. ദാറ്റ്സ് വാട്ട് കോൾഡ് ബി ഫിയർലെസ്. ജീവിതത്തിൽ ഫിയർലെസ് ആയിട്ട് ഇരിക്കുക. എന്തുണ്ടെങ്കിലും അത് നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ഇപ്പോ പൊതുവേ നമ്മളൊരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസിന്റെ ഇടയിൽ എക്സാക്ട്ലി കാണുന്നതാണ് പെട്ടെന്ന് സൂയിസൈഡ് എന്ന് പറയുന്നത്. സൂയിസൈഡ് നമ്മൾ പെട്ടെന്ന് കാണും. ഇപ്പം റിസൾട്ട് മാർക്ക് കുറഞ്ഞു പോയാൽ സൂയിസൈഡ്, മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ സൂയിസൈഡ്. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിസ്? സൂയിസൈഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? Allah has given you a very beautiful life. ഇത്രയും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ജീവിക്കേണ്ടതും അതിൽ ലീഡറായി കാണിക്കേണ്ടതും നമ്മുടെ എന്താ? ഇറ്റ് ഈസ് our power. ജീവിതം നിങ്ങൾക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് Allah has given you, അതിന്റെ പവർ ജീവിച്ച് കാണിക്കേണ്ടതും നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേർപ്പസും എന്തായാലും അതിനുണ്ടാകും. So you should know that. Can we have a very small game? നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ ചെക്ക് ചെയ്യാനാ. കൈയടിക്കണ ഗെയിമാ. റെഡിയാണോ? എന്റെ കൈയടിക്കൊക്കെ ശക്തി ഉണ്ടോ നോക്കട്ടെ. അതായത് ഞാൻ 1 എന്ന് പറഞ്ഞ സമയത്ത് 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറയുന്ന സമയത്ത് 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുമ്പോ കൈയടിക്കാൻ പാടില്ല. ക്ലിയർ ആണോ? 1 എന്ന് പറയുന്ന സമയത്ത് 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറയുന്ന സമയത്ത് 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുമ്പോ കൈയടിക്കാൻ പാടില്ല. റെഡിയാണോ? അപ്കമിംഗ് ലീഡേഴ്സിന് എന്തോ ഒരു എനർജി ഇല്ലാത്ത. റെഡിയാണോ? യെസ്, എക്സാക്ട്ലി. സോ 1 2 3 എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പാടില്ല. ഈ ഹാളിൽ എല്ലാവരെയും കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് എത്തണം. അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന അങ്ങനെ തന്നെ പൊക്കോട്ടെ, ക്ലാസ് എടുക്കണ്ടെന്ന്. അങ്ങനെയല്ല. റെഡി? 1 3 3 3 പറഞ്ഞ
I said 3. 3 എന്ന് പറയുമ്പോൾ കൈ അടിക്കാൻ പാടില്ല. റെഡി അല്ലേ? Ready 1 2 3 start. 1 1 2 2 3 കുറഞ്ഞു വരുന്നുണ്ട്. Let's try it one more. Ready 1 2 3 start. 1 3 ഇതിൽ ശരിക്കും കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് വരണേ. ഞാൻ ചിലപ്പോ ഫസ്റ്റ് തന്നെ 3 പറയും, ഞാൻ ചിലപ്പോ സെക്കൻഡ് കഴിഞ്ഞാൽ 3 പറയും. റെഡി 1 2 3 ഓക്കെ, എക്സാക്ട്ലി, ദാറ്റ്സ് എ പവർ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇഫ് യു ഹാവ് എ കോൺസെൻട്രേഷൻ എവറിത്തിങ് വിൽ ബി ബ്യൂട്ടിഫുൾ. അടുത്തത് ഒരു ലീഡർക്ക് വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ റൂട്ട് കറക്റ്റ് ആക്കാന്ന് പറയുന്നത്. റൂട്ട് എന്ന് പറയുന്നത് വേര്, ചെടിയുടെ വേരല്ല കേട്ടോ, ചെടിയുടെ വേരല്ല. ചിലപ്പോ നമ്മൾ നല്ലൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു ഹൈ സാലറി, ഹൈ പവറിലുള്ള ജോലി നമ്മൾ ലോകത്തൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ വന്ന വഴി നമ്മൾ മറക്കും. അതായത് പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ വന്നത് അവരായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ കുറയും. പാരന്റ്സിനായിട്ട് നല്ല കണക്ഷൻ ഉള്ള എത്ര പേരുണ്ട്? നല്ല ബോണ്ടുള്ള എത്ര പേരുണ്ട്? പാരന്റ്സിനായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന വെരി ഗുഡ്. ഹാൻഡ്സ് ഡൗൺ. The one thing is, root within your parents should be really clear. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്തണമെന്നുണ്ടെങ്കിൽ, the one thing you should need is, ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക്, നിങ്ങളൊരു കുട്ടി എന്ന നിലക്ക് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളുടെ പാരന്റ്സിനായിട്ടുള്ള കണക്ഷനാണ്. നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. ഇത് കഴിഞ്ഞതിന് ശേഷം, ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് പാരന്റ്സിന് നല്ലൊരു ഹഗ് കൊടുക്കും. റെഡിയാണോ? കാരണം നിങ്ങളൊരു അപ്കമിങ് ലീഡർ ആണ്. ഒരു ലീഡർ എന്ന നിലക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ വീടുകളിലും പുറത്തു ലീഡർ ആവണം. അതുകൊണ്ട് തന്നെ പാരന്റ്സിനായിട്ടുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും ഡീപ്പായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നിട്ട് ഉപ്പാക്കും നല്ലൊരു ഹഗ് കൊടുക്കുമോ? കൊടുക്കൂലെന്നാണോ കൊടുക്കുന്നാണോ? ഇസ് ഇറ്റ് യെസ് ഓർ നോ? നല്ലൊരു ഹഗ് കൊടുത്തിട്ട് ഉമ്മ ഉപ്പ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട് ഇത് പറയുന്ന സമയത്ത് ചില സ്റ്റുഡൻസ് പറയും നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നുണ്ടാവും, എന്റെ പാരന്റ്സിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അതല്ല അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് അവരോട് സ്നേഹം കാണിച്ചോ അത് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ലൈഫിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ഭയങ്കര എക്സ്പെക്ടേഷൻ. അതായത് ലൈഫില് വി ഷുഡ് ഹാവ് എക്സ്പെക്ടേഷൻ ഓൺ ടു ദ ഗോഡ്, ബട്ട് സ്റ്റിൽ നമ്മുടെ ലൈഫില് മനുഷ്യരുടെ അടുത്ത് നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനാണ്. സ്നേഹം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാലേ ഞാൻ അങ്ങോട്ട് കൊടുക്കുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചില ആരും നമുക്ക് ഇങ്ങോട്ട് തരേണ്ടതാണ്. നോ, ഹാപ്പിനെസ് ഈസ് ഇൻ ദിസ് മൊമെന്റ്. ഹാപ്പിനെസിന്റെ എക്സാക്ട് പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജനിച്ച ഈ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് റിയൽ ഹാപ്പിനെസ്. അതുകൊണ്ട് പാരന്റ്സിന്റെ അടുത്ത് പാരന്റ്സ് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണിക്കണം. നമ്മൾ അങ്ങോട്ട് പോയി സ്നേഹം പ്രകടിപ്പിക്കണം. അവരെ പോയി ഹഗ് ചെയ്യുക, അവരെ കൂടെ ഇരിക്കുക, അവരെ പോയി സമയം സ്പെൻഡ് ചെയ്യുക. ടു ബി ഹോണസ്റ്റ്, നമ്മൾ എത്ര വലുതായിന്നോ നമ്മൾ എത്ര ചെറുതാണോ എന്നുള്ളതല്ല, പക്ഷെ പാരന്റ്സിന്റെ കണ്ണിൽ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ചെറിയ കുട്ടികളാണ്. അത് അങ്ങനെ തന്നെയാവും. നമ്മൾ ശ്രമിച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലരും ഇങ്ങനെ ലീവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന രണ്ട് ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ, മാതാപിതാക്കൾ എന്ന് പറയുന്നത്, ഏത് സിറ്റുവേഷനിലും. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, വെരി സിമ്പിൾ ടാസ്ക്, ഞാൻ അത്ര വലിയ ടാസ്ക് ഒന്നല്ല തന്നിട്ടുള്ളത്, പാരന്റ്സിനെ പോയിട്ട് നന്നായിട്ട് ഹഗ് ചെയ്യാം. എന്നിട്ട് പറയാ ഐ ജസ്റ്റ് ലവ് യു. നിങ്ങൾ ചെയ്തു തന്നതിന് ഓരോരുത്തരും നന്ദി. ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു, ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യുന്നു, കാലാകാലം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. പാരന്റ്സ് എന്തിനാ നിങ്ങൾക്ക് വേണ്ടി ജോബ് എടുത്ത് സാലറി ഉണ്ടാക്കി നിൽക്കുന്നത്? നിങ്ങളെ നല്ല നിലയിൽ കാണാനും നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളെ നല്ല യൂണിവേഴ്സിറ്റി ചേർത്താനും. they want to see you in a very good position. അപ്പൊ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അവരെ പ്രൗഡ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെയും പ്രൗഡ് ആക്കുക, നമ്മളെ ജീവിച്ച് നമ്മുടെ കൂടെ നിന്ന അവരെയും പ്രൗഡ് ആക്കുക. ഞാനൊരു കാലത്ത് ഓൾഡ് ഏജ് ഹോം പോയിട്ടുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ടു ഓൾഡ് ഏജ് ഹോം. എന്റെ സ്കൂളിൽ നിന്ന് ഓൾഡ് ഏജ് ഹോം കൊണ്ടുപോകും. ഓൾഡ് ഏജ് ഹോം പോകുന്ന സമയത്ത് അവിടുത്തെ ഉമ്മമാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരുന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അവരിങ്ങനെ അടുത്തിരിക്കും, എന്നിട്ട് വിടൂല. അവരിങ്ങനെ ഇരിക്കും, നിന്നെ കാണാൻ എന്റെ മോളെ പോലെ ഉണ്ട്, നിന്നെ കാണാൻ പോലെ എന്റെ പേരക്കുട്ടനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഷെയർ ചെയ്യും. അത് പറയുന്ന സമയത്താണ് നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കല്. ചിലപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബിസി ഷെഡ്യൂൾസ് ഉണ്ടാകും, നമുക്ക് ഒരുപാട്
കാര്യങ്ങളുണ്ടാകും. പക്ഷെ മറക്കരുത് രണ്ട് പേരെ. നിങ്ങൾ എത്ര വലിയ ലീഡർ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ അറിയപ്പെട്ട ആളായിക്കോട്ടെ, നിങ്ങൾ ലോകത്തിൽ എവിടെ എത്തിക്കോട്ടെ, ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത രണ്ട് പേരുണ്ട്. ആരാ 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 പാരന്റ്സ്. അവരെ റൂട്ട് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ അറിയപ്പെട്ടു. യു ആർ റിയലി സക്സസ്ഫുൾ, നത്തിങ് മോർ. യു ഡോണ്ട് വാണ്ട് എനിത്തിങ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നു, അതെന്റെ മോളാണ്, അതെന്റെ മോനാണ് ആ നിലയിൽ നിൽക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരായിട്ടുള്ള റൂട്ട് കണക്ഷൻ റെഡിയാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ആർക്കെങ്കിലും പാരന്റ്സിനായിട്ട് റൂട്ട് കണക്ഷൻ ക്ലിയർ എല്ലാം തോന്നുന്നുണ്ടാകും. ഇനി സമയമുണ്ട്. പാരന്റ്സിന്റെ അടുത്ത് പറയാ, നിങ്ങൾ ചെയ്തതിന് ഓരോരുത്തരും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവരെ പോയി ഹഗ് ചെയ്തിട്ട് അവരെ പോയി സമയം സ്പെൻഡ് ചെയ്യാം. That's the one task for you, okay? അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ സംഭവമാണ് നമ്മുടെ റൂട്ട് കണക്ഷൻ. നമ്മൾ എങ്ങനെയാണോ വന്നത് ആ വഴി മറക്കാതെ മുന്നോട്ട് നയിക്കാന്നുള്ളത്. റെഡിയല്ലേ? Are you guys ready for that? Yes. സോ ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് റൂട്ട് കണക്ഷൻ. നമ്മുടെ പാരന്റ്സിനായിട്ട് ആയിക്കോട്ടെ, നമ്മുടെ ടീച്ചേഴ്സിനായിട്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളെ ലൈഫിൽ ആരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇന്ന നിലയിലെത്താൻ ആരൊക്കെ നമ്മൾക്ക് വേണ്ടി സഹായം ചെയ്തു തന്നിട്ടുണ്ട്, അവർക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക, അവർക്ക് വേണ്ടിയിട്ടുള്ള നന്മ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ദ വൺ തിങ്. പിന്നെ വേണ്ടതാണ് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പ്രേമം, സ്നേഹം എന്നത് മാത്രമല്ല. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു, ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതിനാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഒരു ലീഡർക്ക് എക്സാക്ട്ലി വേണ്ട ഒരു സംഭവമാണ് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ. ലൈഫിൽ എക്സ്പെക്ടേഷൻ നമ്മുടെ ജീവിതത്തിൽ ലൈക്ക് ഫ്യൂച്ചറിൽ കാര്യങ്ങളെല്ലാം വേണ്ടി വരും. ബട്ട് സ്റ്റിൽ മനുഷ്യന്മാരുടെ എക്സ്പെക്ടേഷൻ നമ്മൾ മെല്ലെ കുറച്ച് വരാം. നിങ്ങളെ ഹാപ്പി ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്നൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം, ഇന്നയാൾ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ ഹാപ്പി ആവുള്ളൂ. നോ, നിങ്ങൾ ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ സീ, ഇഫ് യു ക്യാൻ ഹിയർ, യു ആർ റിയലി ഹാപ്പി. പ്രസന്റ് മൊമെന്റ് ഹാപ്പി ആകുക. കാരണം ഞാൻ നാളെ ജീവിക്കോ അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത നിമിഷം മരണപ്പെടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. വി ഡോണ്ട് നോ ഹൗ ഇസ് അവർ ലൈഫ് ഇസ് ഗോയിങ്. സോ ബി ഹാപ്പി ഇൻ ദിസ് മൊമെന്റ്. ഈ പ്രസന്റിൽ ഹാപ്പി ആവുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഒഴിവാക്കുക. മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻസ് അതെല്ലാം മാറ്റിയിട്ട് ജസ്റ്റ് ലീവ് എ വെരി പീസ്ഫുൾ ലൈഫ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരോടും ദേഷ്യമില്ല, ആരോടും വിദ്വേഷമില്ല, ചെയ്ത തെറ്റുകൾക്കെല്ലാം പുറത്തു കൊടുത്തിട്ട് നല്ലൊരു മനുഷ്യനായി ഫൊർഗീവ്നെസ് ഉള്ള ഒരു നല്ല കുട്ടികളായി ജീവിച്ച് വളർന്നാല് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടായിരിക്കൂല. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നേരെ മറിച്ച് ചീത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് പേടികൾ നമ്മുടെ ജീവിതത്തിൽ വരല്. ചീത്തതിനോട് നോ പറയാനും നല്ലതിനോട് യെസ് പറയാനുള്ള ഒരു പവർ ഒരു ലീഡർക്ക് വേണം. ലൈഫിലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് യെസ് ഓർ നോ എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ എക്സാക്ട്ലി നമുക്ക് വേണം. അതുണ്ടായിരിക്കണം ലീഡർക്ക്. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി നീഡഡ്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും, വിഷ്വലൈസേഷൻ എന്ന് പറയും. ഇത് കേട്ടവരുണ്ടോ? മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ കേട്ടവരുണ്ടോ? കൈ നോക്കിയേ. ഓക്കെ, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളത് മാത്രമാണ്. എന്റെ ഫാദർ ഇവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ ഇവിടെ റൂട്ട് കണക്ഷൻ പറഞ്ഞല്ലോ, ഞാൻ പോകുന്നത് എന്റെ മാതാപിതാക്കളെ കൊണ്ടിട്ടാ. പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 18 വയസ്സായി, ബട്ട് സ്റ്റിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോയി ഇങ്ങനെ വരാം. ബട്ട് സ്റ്റിൽ പാരന്റ്സ് ആണ് എന്നെ ഇങ്ങനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ ഓരോ പ്രോഗ്രാമിന് കൊണ്ടുപോകാനും അവരത് കേൾപ്പിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ബാധ്യതയല്ല, ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി ആസ് എ ഡോട്ടർ. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില്. ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മറക്കേണ്ടവരെല്ലാം മാതാപിതാക്കളും ഗുരുക്കന്മാരും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നുണ്ട്. കേൾക്കലുണ്ടോ? ആ ശ്ലോകം കേൾക്കലുണ്ടോ? ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യലുണ്ടോ? അത് ഇല്ല. അവിടെയാണ് നമ്മുടെ ഫെയിലിയർ എന്ന് പറയുന്നത്. ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മറക്കേണ്ടവരോ, നമ്മുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടവരോ അല്ല നമ്മുടെ പാരന്റ്സ്, അല്ല നമ്മുടെ ടീച്ചേഴ്സ്. ദേ ഷുഡ് ബി വിത്തിൻ us. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ട ആളുകളാണ് നമ്മുടെ പാരന്റ്സ്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രീം കരിയർ അല്ലെങ്കിൽ ഒരു ഡ്രീം സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇല്ലേ? ഒരു അംബീഷൻ, ഒരു ഡ്രീം, ഗോൾ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അത് അച്ചീവ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മുടെ മനസ്സിൽ കാണുന്നതാണ് മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ എനി അതർ സ്റ്റോറി. കാരണം എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്റെ ഇൻസ്റ്റഗ്രാം ജേർണി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഐ എം എ വെരി സ്മോൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആൻഡ് മൂവിംഗ് ഓൺ വിത്ത് മൈ കോണ്ടന്റ്സ് ആൻഡ് മച്ച് മോർ തിങ്സ് ലൈക്ക് ദാറ്റ്. എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് when I was studying in 8th standard on the lockdown, I think ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് I was having just 300 followers. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ഫോളോവേഴ്സ് കൂടിയിട്ട് എന്റെ കോണ്ടന്റ്സ് അറിയപ്പെട്ടിട്ട് ആളുകൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു നല്ല വുമൻ ബീങ് ആവണം എന്നുള്ളത്. സോ വീട്ടിൽ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ വീട്ടിൽ എന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മളൊരു ഫോട്ടോ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൂമിൽ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ചാർട്ടിൽ. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ കാണുന്നതും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് കാണുന്നതും എന്തായിരിക്കും? ആ വിഷൻ ബോർഡ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് രണ്ട് മൈൻഡാണ്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര വൈഡ്ലി ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് നമ്മുടെ വിഷൻ ബോർഡിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു അക്കൗണ്ട് 150K ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ എന്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് എന്റെ ബയോ വെച്ചിട്ട് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തു. എന്നിട്ട് എന്റെ റൂമിൽ പേസ്റ്റ് ചെയ്തിട്ട് എക്സാക്ട്ലി ഞാൻ ഇന്ന് രാവിലെ കാണുന്നത് ഈ 150K ഫോളോവേഴ്സ് ഉള്ള ഫാത്തിമ മിൻഹ. ആൻഡ് അതിന്റെ താഴെ തന്നെ ഞാൻ എന്നെ കുറിച്ച് സ്വയം പൊക്കിയിട്ട് മനോരമയിലെ ഒരു ന്യൂസും ക്രിയേറ്റ് ചെയ്തു. അത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോണിലുണ്ട്, ഇവിടെ പ്രൊജക്ടിൽ പ്ലേ ചെയ്യാൻ പറ്റുമോ? ആണോ? ഞാൻ എന്റെ ഫോണിൽ ഞാൻ തരാം. എനിവേ I was having that. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ റൂമിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് വെച്ചു. 150K ഫോളോവേഴ്സ് ഫാത്തിമ മിൻഹാട്ടി. അതിൽ ഞാൻ പറഞ്ഞത് വിഷ്മിയാണ്, അത് ഒരു 8th സ്റ്റാൻഡേർഡിലുള്ള ഒരു അൺമെച്ചോറിറ്റി എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ കുറിച്ചിട്ട് ഞാനൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എന്റെ റൂമിൽ പേസ്റ്റ് ചെയ്തിട്ട് സ്ഥിരം കാണുന്നത്, അതായത് ഫോർ ലൈക്ക് 1 ഇയറോളം ഞാൻ കാണുന്നത് എന്താണ്, എന്റെ ആ ഒരു ന്യൂസും എന്റെ ആ ഒരു സംഭവങ്ങളും മാത്രമാണ്. അങ്ങനെ ഇത് കണ്ട് എന്റെ മൈൻഡിൽ അത് പതിഞ്ഞുപോയി. എക്സാക്ട്ലി എന്റെ മൈൻഡിൽ അതെന്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ട് എന്റെ ഒരു ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള മാത്രം. അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? വാട്ട് ഇസ് ദ വൺ തിങ് ഞാൻ നേരത്തെ പറഞ്ഞത്? ആക്ഷൻ എടുക്കണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും, നമ്മൾ വിഷ്വലൈസ് ചെയ്യും, നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. എനിക്ക് ഇതാവണം എന്നെല്ലാം പറയും. പക്ഷെ ദ വൺ തിങ് വി നീഡ് ഈസ്, ഒരു ലീഡർ എന്ന നിലക്ക്, ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക് നമുക്ക് ഏറ്റവും വേണ്ടത് ആക്ഷനാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആക്ഷൻ എടുക്കാൻ തുടങ്ങി. വീഡിയോസും കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആഴ്ചയിൽ 2-3 വീഡിയോസ് എന്ന നിലക്ക് വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ അൽഹംദുലില്ലാ അങ്ങനെ ചെറിയ സെറ്റപ്പിലോട് കൂടിയിട്ട് അത് ഹിറ്റ് ചെയ്യാൻ തുടങ്ങി, വ്യൂസ് കിട്ടാൻ തുടങ്ങി. കയറി within 1 year exactly എനിക്ക് ആ ഫോളോവേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റി. And after that 10th പഠിക്കുന്ന സമയത്താണ് എന്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം, ഇനി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്റെ കയ്യിലെത്തിക്കണം. പക്ഷെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് 4 പ്രാവശ്യം ഞാൻ എന്റെ എന്താ പറയാ ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തു. 4 പ്രാവശ്യം റിജക്ട് ചെയ്തു. എന്നിട്ട് അവരെന്നെ കോൾ ചെയ്ത് ഇന്റർവ്യൂ ചെയ്തു. വൈ ഷുഡ് വി ഗീവ് ദിസ്? എന്തിന് യങ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലക്ക് എന്തിന് ഞങ്ങൾ മിൻഹക്ക് ഇത് തരണം എന്നുള്ള രീതിയിൽ അവർ ഇന്റർവ്യൂ ചെയ്തു. ആ സമയത്ത് പറഞ്ഞു, ഐ വാസ് ഇൻ എ യങ് ഏജ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു കീപ് ഇറ്റ് വിത്ത് മൈസെൽഫ്. ഞാൻ ഇത്രയും ഗെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്രയും നോളജ് അറിയുന്നുണ്ട്, വിസ്ഡംസ് കേൾക്കുന്നുണ്ട്, ഇതൊരിക്കലും എനിക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ടു ദ വേൾഡിന്റെ അടുത്ത് ഷെയർ ചെയ്യണം. ഐ വാണ്ട് ടു സ്പ്രെഡ് ദിസ്, ബട്ട് അറ്റ് ദിസ് യങ് ഏജ് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ടുണ്ട്, എന്റെ എഫേർട്ട് ഉണ്ട്, അതുകൊണ്ട് ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് തിങ് ഫോർ മീ എന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് എന്ത് പറയുന്നത്, ആ 4ാമത്തെ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം ഞാൻ വീട്ടിലിരുന്ന് വിഷ്വൽ ചെയ്യാൻ തുടങ്ങി, മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ സ്കൂളിൽ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിച്ചത്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഐ തിങ്ക് 7000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ ഞാൻ മനസ്സിൽ കാണുന്നത്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്
അവിടെ ടീച്ചേഴ്സിന്റെ അടുത്ത് സ്വീറ്റ്സ് കൊടുക്കുന്നതും എൻ്റെ വീട്ടിൽ എല്ലാവരും അറിയപ്പെടുന്നതും എനിക്ക് അവാർഡുകൾ ലഭിക്കുന്നതും. കാരണം മൈ ബ്രദർ വാസ് എ വെരി പഡ്ബെസ്റ്റ് ആൻഡ് എൻ്റെ വീട്ടിലെ ഷോക്കേസിൽ ഫുള്ള് ബ്രദറിന്റെ അവാർഡുകളായിരുന്നു. അപ്പൊ ഞാൻ എന്നും ഓഫീസ് റൂം പോകുന്ന സമയത്ത് എൻ്റെ ചോട്ട അവാർഡ്സുകൾ ഉണ്ടാകും. അപ്പൊ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കാക്കാനെ വെട്ടിക്കണം അവാർഡിന്റെ കാര്യത്തിൽ. സിസ്റ്റർ ബ്രദർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാക്കാന്റെ അവാർഡിനേക്കാളും എൻ്റെ അവാർഡ് വരണം എന്നുള്ളത്. ഞാൻ വീട്ടിലിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടീച്ചേഴ്സിന് സ്വീറ്റ്സ് കൊടുക്കുന്നതും ഒരുപാട് ആളുകൾ ആദരിക്കുന്നതും ഷോക്കേസിൽ, അതായത് വീട്ടിലെ ഷോക്കേസിൽ അവാർഡുകൾ നിറഞ്ഞു നിൽക്കുന്നതും എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ആലോചിച്ചിട്ട് അഭിമാനിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കാണുകയാണ്. ഇതൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ആപ്ലിക്കേഷൻ അയച്ച ശേഷമാണ് എന്റെ മനസ്സിൽ കാണുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ വിത്തിൻ ദ പവർ ഓഫ് ഗോഡ്, പ്രയറിന്റെ പവർ കൊണ്ടും എൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ടും ഐ കുഡ് അച്ചീവ് ദാറ്റ് വിത്തിൻ 15 days. 15 ദിവസം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മെയിൽ വരികയാണ്. ഉപ്പാക്കാണ് കോൾ വന്നത്. ഉപ്പാട് പറഞ്ഞിട്ട് പറഞ്ഞു ഫാത്തിമ മിൻഹ ഹാസ് വോൺ ദി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫോർ ബീയിങ് എ യങ് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷമുണ്ട്. എക്സാക്ട്ലി വാട്ട് വി ഹാവ് പ്ലാൻ, എക്സാക്ട്ലി നമ്മൾ എന്താ ആഗ്രഹിച്ചു അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് മൊത്തം, ആ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നു. പേടിച്ചു പോയി, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ യു വാണ്ട് ടു ബി എ ലീഡർ. നിങ്ങൾ മനസ്സിൽ കാണാൻ നല്ലൊരു ലീഡറായി തീരുന്നതും നല്ലൊരു പേഴ്സണാലിറ്റി ആയി തീരുന്നതും അപ്കമിങ് ജനറേഷൻ റോൾ മോഡൽ ആയി തീരുന്നതും നിങ്ങൾ എവിടെ കാണണം? ആദ്യം എവിടെ കാണണ്ടേ? ബുർജ് ഖലീഫ ആദ്യം എവിടെ കണ്ടേ? മനസ്സിൽ. ആ മനസ്സിന്റെ എക്സാക്ട് പവർ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിൽ കാണണം. എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. വർക്കിംഗ് ആക്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ട് ബി എ വെരി ഗുഡ് ലീഡർ വിച്ച് കുഡ് ഹെൽപ്പ് ദ അപ്കമിംഗ് ജനറേഷൻ. റെഡിയാണോ? ആർ യു ഗൈസ് റെഡി ടു ബി ദ ബെസ്റ്റ് ലീഡർ? ഇതിപ്പോഴും പല ലീഡേഴ്സ് തന്നെ, പഴയ ലീഡേഴ്സ് തന്നെയാണ്, ഇല്ലാത്ത ലീഡേഴ്സ്. ആർ യു ഗൈസ് റെഡി ടു ബി ദ ബെസ്റ്റ് ലീഡർ? യെസ് ഓർ നോ?